അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 17 വ്യാഴാഴ്ച. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കേസിൽ എബ്രഹാം ഉന്നയിച്ച നിയമപ്രശ്നങ്ങൾ തള്ളിക്കളയാനാകില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന എബ്രഹാമിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കാനാണ് സാധ്യത. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ അഴിമതി നടത്തുന്നവരുടെയും കൈക്കൂലി വാങ്ങുന്നവരുടെയും പട്ടിക തയ്യാറാക്കി നിരീക്ഷിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൈക്കൂലി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കുടുക്കാൻ VACB ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട്. 700 ഉദ്യോഗസ്ഥർ അഴിമതിക്കാരുടെ പട്ടികയിലുണ്ടെന്നും പട്ടികയിലുള്ള ചില ഉദ്യോഗസ്ഥർ വിജിലൻസ് പിടിയിലായതായും മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ BJP നേതൃത്വത്തിനെതിരെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. സന്ദീപ് വാര്യരാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. പട്ടാപ്പകൽ പാലക്കാട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാമെന്നും സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചു. സന്ദീപ് വാര്യരെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് സൌത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തകരും സ്റ്റേഷന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. മുനമ്പം വിഷയത്തിൽ BJPക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ മുസ്ലിം വിരുദ്ധ അജണ്ട നടപ്പാക്കാനാണ് BJP ശ്രമിച്ചതെന്നും കുളം കലക്കി മീൻ പിടിക്കാൻ BJP ശ്രമിച്ചുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അതേസമയം മുനമ്പത്തുകാരുടെ അവകാശം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വഖഫ് വിഷയത്തിൽ ലീഗിന്റേത് ഇരട്ടത്താപ്പാണെന്നും തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ ലീഗ് സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ലഹരിക്കെതിരായ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിക്കെതിരെ വിപുലമായ പ്രചാരണം നടത്തുമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെയും മതമേലധ്യക്ഷന്മാരുടെയും പിന്തുണ ഉറപ്പാക്കി സൺഡേ ക്ലാസിലും മദ്രസ പഠനത്തിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിശദമായ അഭിപ്രായം ഒരാഴ്ചക്കുള്ളിൽ നൽകാൻ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടുവെന്നും ജൂണിൽ വിപുലമായ ക്യാമ്പയിൻ നടത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി വ്യാപനം തടയാൻ വിളിച്ച സർവകക്ഷി യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മാധ്യമപ്രവർത്തകനായ അജയനാണ് ഹർജിക്കാരൻ. ഹർജി വേനൽ അവധിക്ക് ശേഷം മെയ് 27 പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിവെച്ചു. കേസിൽ എതിർകക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ T, CMRL കമ്പനി അധികൃതരടക്കം എല്ലാവർക്കും നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവായി. വഖഫ് ഭീകരതയിൽ വേട്ടക്കാർക്കൊപ്പം ഓടിയവർ ഇരകളുടെ കൂടെയെന്ന് തെളിയിക്കാൻ മുനമ്പത്ത് നുണകളുടെ പെരുമഴ പെയ്യിക്കുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. മാധ്യമങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇന്ത്യ സഖ്യമെന്നും കേന്ദ്രമന്ത്രി വാക്ക് പാലിച്ചില്ലെന്ന് കള്ളം പറയുന്നവർ മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി ചെറുവിരൽ പോലും അനക്കാത്തവരാണെന്നും മുരളീധരൻ പറഞ്ഞു. വഖഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരായ നിയമ പോരാട്ടങ്ങളിൽ പുതിയ ചട്ടങ്ങൾ സാധാരണക്കാർക്ക് സഹായകമാവുമെന്ന് മുൻ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നീന്തൽക്കുളത്തിന് വീണ്ടും പണം അനുവദിച്ചു. ടൂറിസം വകുപ്പാണ് നീന്തൽക്കുളത്തിന്റെ 6ാം ഘട്ട പരിപാലനത്തിനായി 4.5 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചത്. നീന്തൽക്കുളത്തിന്റെ നവീകരണത്തിനും പരിപാലനത്തിനുമായി ഇതുവരെ 1/2 കോടിയിലേറെ രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ പുകഴ്ത്തിയ ദിവ്യ S അയ്യർക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ പിന്തുണയുമായി കൂടുതൽ CPM നേതാക്കൾ രംഗത്ത്. മുതിർന്ന CPM നേതാക്കളായ KK ശൈലജയും EP ജയരാജനും പിന്തുണയുമായി രംഗത്തെത്തി. ദിവ്യ S അയ്യർക്കെതിരായ സൈബർ ആക്രമണം അപലപനീയമാണെന്ന് KK ശൈലജ പറഞ്ഞു. സഹപ്രവർത്തകർ ചില സ്ഥാനങ്ങളിലേക്ക് വന്നാൽ പ്രശംസിക്കുന്നത് സ്വാഭാവികമാണെന്ന് EP ജയരാജനും പ്രതികരിച്ചു.
ഭരണഘടന ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നുണയനെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കള്ളവും അഴിമതിയും നാണംകെട്ട പ്രീണനവും മാർക്സിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രവുമെല്ലാം കൂടിക്കലർന്നുള്ള വികല രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവാണ് രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹം പരിഹസിച്ചു. നിലമ്പൂർ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് ധനാനുമതി. ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് 227.18 കോടി രൂപയുടെ പദ്ധതിക്ക് ധനാനുമതി നൽകിയതായി ധനകാര്യമന്ത്രി അറിയിച്ചു. ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും 2 ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക. എറണാകുളത്തെ വിവാദമായ തൊഴിൽ ചൂഷണത്തിൽ അന്വേഷണം നേരിട്ട കമ്പനിയിലെ ജീവനക്കാരനെ കാണാനില്ലെന്ന് പരാതി. പിതാവ് ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയിലെത്തി. കോഴിക്കോട് കോടിലാണ്ടി പുളിയഞ്ചേരി സ്വദേശി സാരംഗിനെയാണ് കാണാതായത്. കെൽട്രോ കമ്പനിയുടെ തൃപ്പൂണിത്തുറ ശാഖയിലാണ് സാരംഗ് ജോലി ചെയ്തിരുന്നത്. സാരംഗിനെ കാണാതായതിന് പിന്നിൽ കെൽട്രോ കമ്പനിക്ക് പങ്കുണ്ടെന്ന് കുടുംബം പറഞ്ഞു. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്നുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ നടി വിൻസി അലോഷ്യസിന് പിന്തുണയുമായി താരസംഘടന അമ്മ. വിൻസിയുടെ തുറന്നു പറച്ചിൽ അഭിനന്ദനാർഹമാണെന്നും പരാതി ലഭിച്ചാൽ ആരോപണ വിധേയനെതിരെ നടപടിയെടുക്കുമെന്നും താരസംഘടന അറിയിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നു. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്നും ഒരു പ്രധാന നടൻ ഒരു ചിത്രത്തിന്റെ സെറ്റിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ചത് ശല്യമുണ്ടാക്കിയതിനാലാണ് ഇത്തരമൊരു തീരുമാനമെന്നും വിൻസി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് അമ്മയുടെ തീരുമാനം. ഹൈക്കോടതി അഭിഭാഷകൻ PG മനുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ സ്വദേശി ജോൺസൺ ജോയി അറസ്റ്റിൽ. ഇയാളുടെ നിരന്തര പ്രേരണയിലാണ് PG മനു ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. PG മനുവിന്റെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ പകർത്തിയത് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. മനുവിനെതിരെ പ്രചരിപ്പിച്ച വീഡിയോ ജോൺസൺ ചിത്രീകരിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണെന്നും പോലീസ് കണ്ടെത്തി. വാടാനപ്പള്ളിയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം സിമന്റ് ഇഷ്ടിക കൊണ്ട് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി. കൊലപാതക ശേഷം പോലീസിനെ വിളിച്ചു വരുത്തിയ പ്രതി കീഴടങ്ങി. അടൂർ പത്തനംതിട്ട സ്വദേശി പടിഞ്ഞാറ്റേതിൽ വീട്ടിൽ അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. കോട്ടയം വട്ടകപ്പാറ വീട്ടിൽ സാജൻ ചാക്കോയെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുസ്ലിങ്ങളായ കരാറുകാർക്ക് സർക്കാർ കരാറുകളിൽ 4% സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള കർണാടക സർക്കാരിന്റെ ബിൽ രാഷ്ട്രപതിയുടെ അനുമതിക്കായി കർണാടക ഗവർണർ തവാർ ചന്ദ് ഗെലോട്ട് മാറ്റിവച്ചു. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള സംവരണം ഭരണഘടന അനുവദിക്കുന്നില്ലെന്ന് ഗവർണർ പറഞ്ഞു. കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. മൈസൂരു നഗരവികസന അതോറിറ്റി ഭൂമി അനുവദിക്കൽ അഴിമതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഭാര്യ BM പാർവതി എന്നിവർക്ക് നോട്ടീസ് അയച്ച് കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ലോകായുക്തയിൽ നിന്ന് കേസ് CBIക്ക് കൈമാറണമെന്ന അപേക്ഷ തള്ളിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സ്നേഹമയി കൃഷ്ണ സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് അയച്ചത്. കാഞ്ച ഗച്ചിബൌളിയിലെ 400 ഏക്കർ ഭൂമി നശിപ്പിക്കുന്നതിന്റെ AI ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രം പങ്കുവച്ചതിന് തെലങ്കാന IAS ഉദ്യോഗസ്ഥയും ടൂറിസം പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ സ്മിത സബർവാളിന് പോലീസ് നോട്ടീസ് അയച്ചു. മാർച്ച് 31-ന് സ്മിത സബർവാൾ തന്റെ എക്സ് അക്കൌണ്ടിൽ നിന്ന് ഫോട്ടോ റീട്വീറ്റ് ചെയ്തിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ATM സൌകര്യമുള്ള ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ സർവീസ് തുടങ്ങാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. മുംബൈ മൻമദ് പഞ്ചൌഡി എക്സ്പ്രസിലാണ് ആദ്യഘട്ടത്തിൽ ഈ സർവീസ് എത്തുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ATM സ്ഥാപിച്ച ആദ്യത്തെ ട്രെയിനായി മാറി പഞ്ചൌഡി എക്സ്പ്രസ്. ട്രെയിനിന്റെ എയർ കണ്ടീഷൻ ചെയ്ത കോച്ചിലാണ് ATM സ്ഥാപിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് BR ഗവായ് ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകും. ഇത് സംബന്ധിച്ച് ശുപാർശ നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേന്ദ്രത്തിന് കൈമാറി. അടുത്ത മാസം 13-നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്നത്. തൊട്ടടുത്ത ദിവസമാകും BR ഗവായ് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്യുകയെന്നാണ് വിവരം. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി നിർണായക നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്നാണ് പ്രധാന നിർദ്ദേശം. അതായത് ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതാക്കരുത്.
വഖഫ് കൌൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കളക്ടർമാർക്ക് വഖഫ് ഭൂമികളിൽ അന്വേഷണം നടത്താം, പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ വഖഫ് സ്വത്തുക്കൾ അതല്ലാതാകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്നലെ കേന്ദ്ര സർക്കാരിനേറ്റത് കനത്ത പ്രഹരം. വഖഫ് നിയമ ഭേദഗതിയിലെ 3 പ്രധാന വ്യവസ്ഥകൾ മരവിപ്പിച്ച് നിർണായക ഉത്തരവ് ഇറക്കുമെന്ന സൂചനയടക്കം നൽകിയുള്ള സുപ്രീംകോടതിയുടെ നിലപാട് ഹർജിക്കാർക്ക് ആശ്വാസമേകുന്നതാണ്. നിലവിലെ വഖഫ് ഭൂമി അതല്ലാതാക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി ഇന്നലെ തയ്യാറാക്കിയെങ്കിലും കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന കാരണം ഇടക്കാല ഉത്തരവ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് വിവിധ സംഘടനകൾ നൽകിയ ഹർജി പരിഗണിക്കവെ കേന്ദ്ര സർക്കാരിനോട് നിർണായക ചോദ്യവുമായി സുപ്രീംകോടതി. ഹിന്ദുമത ട്രസ്റ്റുകളുടെ ഭാഗമാകാൻ മുസ്ലിങ്ങളെ അനുവദിക്കുമോ എന്നാണ് സുപ്രീംകോടതി ചോദിച്ചത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ചോദ്യമുന്നയിച്ചത്. സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമായ നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഉന്നമിട്ടത് രാഷ്ട്രീയമായി തകർക്കാനെന്ന കോൺഗ്രസ് വക്താവ് ജയ്റാം രമേശും അഭിഷേക് മനു സിംഗ്വിയും വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. AJLന്റെ സാമ്പത്തിക ബാധ്യത യങ് ഇന്ത്യ ഏറ്റെടുക്കുകയായിരുന്നുവെന്നും AJLന് 90 കോടിയുടെ കടമുണ്ടായിരുന്നുവെന്നും കടം ഏറ്റെടുക്കുമ്പോൾ എവിടെയാണ് കള്ളപ്പണ ഇടപാട് നടക്കുകയെന്നും കോൺഗ്രസ് ചോദിച്ചു. IPLൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് സൂപ്പർ ഓവർ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് അവസാന ഓവറുകളിലെ കൂറ്റനടികളിലൂടെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാനും നിശ്ചിത ഓവറിൽ നേടിയത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ്. ഇതോടെ സമനിലയിലായ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങി. ഡൽഹിക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 2 വിക്കറ്റ് നഷ്ടത്തിൽ 11 റൺസെടുത്തു. എന്നാൽ രാജസ്ഥാന് വേണ്ടി സന്ദീപ് ശർമ്മ എറിഞ്ഞ സൂപ്പർ ഓവറിന്റെ 4-ാം പന്ത് സിക്സറിന് പായിച്ച് ട്രിസ്റ്റൻ സ്റ്റബ്സ് ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ചു. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഡൽഹി 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. രാജസ്ഥാൻ 8-ാം സ്ഥാനത്ത് തുടരുകയാണ്. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിനിടെ റിട്ടയർഡ് ഹർട്ടായി മടങ്ങി രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. ഡൽഹി ഉയർത്തിയ 189 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്നതിനിടെ വിപ്രജ് നിഗമെറിഞ്ഞ 6-ാം ഓവറിലായിരുന്നു സംഭവം. 19 പന്തിൽ നിന്ന് 3 സിക്സും 2 ഫോറും അടക്കം 31 റൺസെടുത്ത ടീമിന് മികച്ച തുടക്കം സമ്മാനിച്ചതിന് പിന്നാലെയായിരുന്നു സഞ്ജു റിട്ടയർഡ് ഹാർട്ടായി മടങ്ങിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.